നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലാണ് വലിയ തോതിൽ വോട്ടർമാരുടെ നിര ബൂത്തുകളിൽ കാണാനുണ്ട്. മഴയുടെ ലാഞ്ചനയുണ്ട് നിലമ്പൂരിൽ. രാവിലെ മുതൽ കാലാവസ്ഥ അത്ര സുഖകരമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള മഴ ഇന്ന് കുറച്ചുകൂടി ശക്തമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല. രാവിലെ മുതൽ തന്നെ തത്സമയം മാധ്യമങ്ങളോട് സംസാരിച്ചും വോട്ടർമാരെ നേരിട്ട് കണ്ടും വോട്ട് രേഖപ്പെടുത്തിയും സ്ഥാനാർത്ഥികൾ ഇങ്ങനെ മണ്ഡലത്തിലുടനീളം സജീവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൗതുക കാഴ്ചകൾക്ക് കൂടി ഇടം വെക്കുന്നുണ്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. അൻവറും ഷൗക്കത്തും തമ്മിൽ കണ്ട് വഴിപിരിഞ്ഞു പോയത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് മാധ്യമങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ഒന്ന് സൗഹൃദം പുതുക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ആദ്യം അൻവറാണ് തിരിഞ്ഞു പോയത്, തൊട്ടുപുറകെ ഷൗക്കത്തും ഒന്ന് മാറി. പക്ഷേ ചിരിക്ക് പരസ്പരം ഒന്ന് അഭിവാദ്യം അർപ്പിക്കുന്നതിൽ പിശുക്കുണ്ടായില്ല. അങ്ങനെ ആയിരുന്നില്ല സ്വരാജും ഷൗക്കത്തും കണ്ടപ്പോൾ. അവർ പരസ്പരം സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്താണ് പിരിഞ്ഞത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറി. ഈ വലിയ പോരാട്ടങ്ങൾക്കിടയിലും ഇത്തരം കാഴ്ചകൾ കൂടി നിർണായകമായി മാറുന്ന സാഹചര്യം ഉണ്ട്. ഇത്തരം കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളായി മാറുകയും ചെയ്യുന്നു. 2,32,000 വോട്ടർമാരുള്ള ഒരു മണ്ഡലം, 263 പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ള ഒരു മണ്ഡലം, തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വിഷയങ്ങൾ മാറി മാറി വന്ന ഒരു മണ്ഡലം, അതും പ്രധാനമായിരുന്നു. അതിനുശേഷം ഈ ഓരോ ഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ മാസ്റ്റർ തുറന്നുവിട്ട ഒരു ഭൂതം, അത് CPM-ൻ്റെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ, അത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കി അവസാന നാളുകളിൽ മണ്ഡലത്തിൽ എന്നുള്ളതാണ്. ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലമായ നിലമ്പൂരിൽ അതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്നിഗ്ധമായി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ തള്ളിപ്പറയുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ആ തരത്തിൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു. ഒരു കാലത്തും RSS-മായി CPM-ന് ബന്ധമുണ്ടായിട്ടില്ല. RSS-മായോ ജനസംഘമായോ യാതൊരു ബന്ധവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞു വെക്കുകയും മറ്റും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ഗോവിന്ദൻ മാസ്റ്റർക്കുള്ള തിരുത്തായിരുന്നു. അത് വളരെ കൃത്യമായി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തു. അത് 2 മണിക്കൂറിൽ 13.15% വോട്ടിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഴിക്കടവ് പഞ്ചായത്തിലെ മരുതയിലെ 22-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായപ്പോൾ ചില വോട്ടർമാർ മടങ്ങിപ്പോയത് ഒഴിച്ച് ബാക്കി യാതൊരു തരത്തിലുള്ള പോളിംഗ് തടസ്സവും ഒരു സ്ഥലത്തും ഉണ്ടായില്ല. LDF സ്ഥാനാർത്ഥി M സ്വരാജ് മാങ്കുത്ത് LP സ്കൂളിലും UDF സ്ഥാനാർത്ഥി ആരാട് ഷൗക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെൻറ് LP സ്കൂളിലും രാവിലെ തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്തി. വോട്ടവകാശം വിനിയോഗിക്കുക പ്രധാനമെന്ന് 2 സ്ഥാനാർത്ഥികളും വ്യക്തമാക്കി പോവുകയായിരുന്നു. ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്നാണ് സ്വരാജ് പറയുന്നത്. വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും ലക്ഷ്യമല്ല എന്ന് ഷൗക്കത്തും പറയുന്നു. UDF-ഉം LDF-ഉം നമ്മൾ നേരിട്ടുള്ള മത്സരമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഷൗക്കത്ത് പറഞ്ഞു വെച്ച് മടങ്ങുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു. ഇതിനിടയ്ക്ക് UDF-ൻ്റെ DCC അധ്യക്ഷൻ്റെ പ്രതികരണം വരികയുണ്ടായി. ചരിത്ര വിജയം UDF നേടും എന്ന് പറയുന്നു. ഇന്ന് രാവിലെ കോൺഗ്രസ് DCC അധ്യക്ഷനും ഒപ്പം ഷൗക്കത്തുമൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അൻവറിൻ്റെ വോട്ടുമായി സംബന്ധിച്ചായിരുന്നു. അൻവറിൻ്റെ വോട്ട് അത് LDF-ൻ്റെ വോട്ടുകളാണ് പൂർണ്ണമായും അൻവർ ലഭിക്കുക എന്ന പ്രസ്താവന ശ്രദ്ധേയമായി. ഇതുവരെ അൻവറിൻ്റെ വോട്ട് ആർക്ക് എന്ന ചോദ്യം ഏറെ നിർണായകമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ അത് ആ തരത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. UDF പറയുന്നത് LDF-ൻ്റെ വോട്ടുകളാണ് അൻവറിന് കിട്ടുക എന്നുള്ളതാണ്. അത് UDF-ന് ഒരു തരത്തിലും UDF-നെ ബാധിക്കില്ല എന്നും പറഞ്ഞു വെക്കുകയാണ് ഈ ഘട്ടത്തിൽ ഷൗക്കത്ത് പറഞ്ഞത്. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സ്വരാജ് തയ്യാറായിട്ടില്ല. അൻവർ ആരുടെ വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ LDF-ഉം ആ തരത്തിൽ ഒരു വ്യക്തത വരുത്തിയത് നമുക്കറിയാം. അൻവറും LDF-ഉം ചേർന്നപ്പോഴാണ് കഴിഞ്ഞ 2 തവണയും നിലമ്പൂർ എന്ന UDF-ൻ്റെ കുത്തക മണ്ഡലം LDF-നൊപ്പം പോയത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ആ കാര്യങ്ങളിലൊക്കെ ഇത്തവണ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ഏറെ പ്രാധാന്യമുള്ള ഒരുപാട് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2 മുന്നണികൾക്കെങ്കിലും UDF-നും LDF-നും ഒപ്പം PV അൻവറിനും തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് രാഷ്ട്രീയ അസ്തിത്വത്തിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു തെരഞ്ഞെടുപ്പായി പ്രത്യേകിച്ച് മാറുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന മട്ടിൽ തുടങ്ങിയെങ്കിൽ പോലും 2 മുന്നണികളും തങ്ങളുടെ ആവേശ പോരാട്ടമാക്കി മാറ്റിയതോടെ ഇതിനെ ആ തരത്തിൽ മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുകയായിരുന്നു. അൻവർ കൂടി കളത്തിലെത്തുകയും കളം മുറുക്കുകയും ചെയ്തപ്പോൾ മത്സരത്തിൻ്റെ ചിത്രവും മറ്റും മാറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്ക് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം.